ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നൊരു പുതിയ സബ്ജക്റ്റാണ്. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ആദ്യം ഒരു ഐഡിയ തരാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സിലബസിലോട്ട് കടക്കാം. ഫസ്റ്റ് ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു തിയറട്ടിക്കൽ സബ്ജക്റ്റാണ്, ഈ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ അതിൻ്റെ സബ് ബ്രാഞ്ചസ് ആയ പ്രൊഡക്ഷൻ എൻജിനീയറിങ്, മാനുഫാക്ചറിങ് എൻജിനീയറിങ്, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കി ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, ഈ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ ഇനി ഇങ്ങോട്ട് പഠിക്കും. അപ്പോൾ ഇതൊക്കെ പ്രോബ്ലമാറ്റിക്കാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ അതിന് വേണം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു തിയറി പേപ്പർ ആയതുകൊണ്ട് എന്താണോ ഇതിൽ പഠിക്കുന്ന തിയറി, അത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. കൂടുതൽ പ്രോബ്ലം ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും ഇതിലില്ല. സോ തിയറി പഠിച്ചെടുത്ത് ജയിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് വളരെ ഈസിയാണ്. അങ്ങനെ മാക്സിമം നമുക്കെല്ലാവർക്കും മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് കൂടിയാണ്. പിന്നെ ഇത് ബാക്കി സബ്ജക്ട്സ് പോലെ 100 മാർക്കിനാണ് എക്സാം, 50 മാർക്ക് ഇൻറ്റേർണൽ. ഇനി ഈ സബ്ജക്റ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് 4 മോഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 മോഡ്യൂളിൽ പഠിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത് മെട്രോളജി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. മെട്രോളജി അതായത് അതായത് സയൻസ് ഓഫ് മെഷർമെൻറ്റ്, അതിനെയാണ് മെട്രോളജി എന്ന് നമ്മൾ പറയുന്നത്. കൂടുതലും നമ്മുടെ മെഷറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ലെങ്ത്, ആംഗിള്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യാം, ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് മെഷർ ചെയ്യാം, ഈ വക കാര്യങ്ങളാണ് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കുന്നത്. ഇനി സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നത്, ഇവിടെയാണ് നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സുകളൊക്കെ വരുന്നത്. അതായത് വെൽഡിങ്, സോൾഡറിങ്, ബ്രേസിങ്, ഇതിനെപ്പറ്റിയാണ് രണ്ടാമത്തെ മോഡ്യൂളിൽ പഠിക്കുന്നത്. ഇനി വന്നിട്ട് മൂന്നാമത്തെ മോഡ്യൂളാണെങ്കിൽ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ്, മെക്കാനിക്കൽ വർക്കിംഗ് ഓഫ് മെറ്റൽസ്, ഇതൊക്കെയാണ് തേർഡ് മോഡ്യൂളിൽ വരുന്നത്. അപ്പോൾ തേർഡ് മോഡ്യൂളെന്ന് പറയുമ്പോൾ നിങ്ങളിത് 12th വരെ പഠിച്ചവർക്ക് ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു 50-60% ടോപ്പിക്കും എന്ന് പറയുന്നത് നമ്മളവിടെ കെമിസ്ട്രിയിൽ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ സോളിഡ്സിൻ്റെ അറ്റോമിക് സ്ട്രക്ചറുകൾ, FCC സ്ട്രക്ചർ, BCC സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഈ വക കാര്യങ്ങളാണ് ഈ മോഡ്യൂൾ 3 വരുന്നത്. നോക്കുമ്പോൾ തന്നെ അറിയാം. അതായത് എക്സ്പ്ലെയിനിങ് ദ അറ്റോമിക് സ്ട്രക്ചർ, ഡിസ്ക്രൈബ് ബോണ്ടിങ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്, ഇലിസ്ട്രേറ്റിംഗ് ദ സ്ട്രക്ചർ ഓഫ് സോളിഡ്സ്, മെറ്റാലിക് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്, അതായത് BCC, ബോഡി സെൻറ്റേർഡ് ക്യൂബ്, ഫേസ് സെൻറ്റേർഡ് ക്യൂബ്, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, ക്യൂബിക് ക്ലോസ് പാക്കിംഗ്, ഇങ്ങനെയൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ സെയിം സാധനം തന്നെയാണ്. ഏതാണ്ട് 75% ആ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ബാക്കി ഒരു 25% മാത്രമാണ് പുതുതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാവരും 12th കംപ്ലീറ്റ് ചെയ്തവരായതുകൊണ്ട് ഈ ഒരു മോഡ്യൂള് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല. ലാസ്റ്റ് ഈ മോഡ്യൂളിൻ്റെ അവസാനമാണ് നിങ്ങൾക്ക് ഫോർജിങ്ങിനെ പറ്റിയും ഫോർജിങ് ടൂൾസും ഫോർജിങ് പ്രോസസ്സും ഒക്കെ വരുന്നത്. അതാണ് തേർഡ് മോഡ്യൂള്. ഇനി ഫോർത്ത് മോഡ്യൂൾ എന്ന് പറയുന്നത് ഫൗണ്ടറി, അതായത് നമ്മുടെ വർക്ക്ഷോപ്പിലെ ഒരു സെക്ഷനാണ് ഫൗണ്ടറി എന്ന് പറയുന്ന സെക്ഷൻ. അത് നിങ്ങൾ ഫൗണ്ടറി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മോഡ്യൂൾ വളരെ ഈസി ആയിരിക്കും, പഠിച്ചെടുക്കാൻ ഒട്ടും ബുദ്ധിമുട്ട് വരത്തില്ല. അതായത് മോൾഡിങ്ങിൽ എന്തൊക്കെയാണ് മോൾഡിങ്ങിന് ഉപയോഗിക്കുന്ന മോൾഡിങ് സാൻഡ്, ഇൻഗ്രീഡിയൻസ് ഓഫ് സാൻഡ്, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മോൾഡിങ്, അതായത് പിന്നെ കാസ്റ്റിംഗ്, ഈ വക കാര്യങ്ങളെല്ലാം മോഡ്യൂൾ 4 പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും 4 മോഡ്യൂളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. എല്ലാം വളരെ ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണിത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങാം. സോ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഗേജസ് ആൻഡ് കമ്പാരറ്റേഴ്സ്, ഇതിനെ പറ്റിയാണ് ഫസ്റ്റ് മോഡ്യൂൾ പറയുന്നത്. ഈ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചു കഴിയുമ്പോൾ
നിങ്ങൾക്ക് നിങ്ങളുടെ ഔട്ട്കം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഗേജസ് ആൻഡ് കമ്പാരിറ്റേഴ്സ്, ക്ലാസിഫൈ ഡിഫറെൻറ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, explaining the working of different measuring instruments, classify different types of gauges, explaining the use of different gauges, classify the comparators, describe the working of different comparators. ഇത്രയും ആണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ഔട്ട്കം എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഫസ്റ്റ് മോഡ്യൂളിലുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് മോഡ്യൂളിലുള്ളത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഗേജസ് ആൻഡ് കമ്പാരിറ്റേഴ്സ്. ഇതാണ് ഫസ്റ്റ് മോഡ്യൂൾ. അതിൽ ആദ്യം വരുന്നത് പ്രിസിഷൻ ആൻഡ് നോൺ പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റി, എല്ലാം ഡെഫിനിഷൻസ് ഓൺലി. പിന്നെ എന്താണ് ഡയറക്റ്റ് റീഡിംഗ് ആൻഡ് ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. പിന്നെ നെക്സ്റ്റ് വൺ ലീനിയർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ എന്തൊക്കെ വരും, ആംഗുലാർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെ ഒരു പ്ലെയിൻ സർഫസ് മെഷർ ചെയ്യാം, അതിനുവേണ്ടിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ്. ഇനി അടുത്ത ഓരോ ഇൻസ്ട്രുമെൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് വെർനിയർ കാലിപ്പർ, മൈക്രോമീറ്റർ, എന്താണ് വെർനിയർ ഹൈറ്റ് ഗേജ്, വെർനിയർ ഡെപ്ത് ഗേജ്, വെർനിയർ ബിവൽ പ്രൊട്ടാക്ടർ. അപ്പോൾ ഇതെല്ലാം ഇൻസ്ട്രുമെൻസ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ലീനിയർ മെഷർമെൻറ്റും ആംഗുലാർ മെഷർമെൻറ്റും ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻസ് ആണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഇൻസ്ട്രുമെൻസിൻ്റെ ഫിഗറൂടെ വരച്ച് വേണം പഠിക്കാൻ. പിന്നെ ഇത് നിങ്ങൾക്ക് ലാബിലും നിങ്ങൾക്ക് ഈ ഇൻസ്ട്രുമെൻസ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ലെവലിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് പഠിച്ചു കഴിയുമ്പോഴത്തേനും വളരെ ഈസി ആയിട്ട് തന്നെ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വെറുതെ ഒന്നും മറിച്ച് നോക്കാതെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഗേജസ് ആണ്. ആ പറഞ്ഞ കണക്ക് കുറച്ച് ഗേജസുകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്പാരിറ്റേഴ്സ്, മെക്കാനിക്കൽ കമ്പാരിറ്റേഴ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ കമ്പാരിറ്റേഴ്സ് ഉണ്ട്, ഒപ്റ്റിക്കൽ കമ്പാരിറ്റേഴ്സ് ഉണ്ട്, ന്യൂമാറ്റിക് കമ്പാരിറ്റേഴ്സ് ഉണ്ട്. ഇത്രയാകുമ്പോഴത്തേനും നമ്മുടെ മോഡ്യൂൾ 1 കംപ്ലീറ്റ് ആവും. സോ നമുക്ക് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ മെട്രോളജിയാണ് പഠിക്കാൻ പോകുന്നത്. സോ മെട്രോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് മെഷർമെൻറ്റ്, അതായത് മെഷർമെൻറ്റിൻ്റെ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണിത്. അപ്പോൾ ഇത് എല്ലാം ഡീൽ ചെയ്യുന്നത് മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് മെട്രോളജി ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ മെട്രോളജി എന്ന് പറയുന്ന സയൻസിനെ പലതായിട്ട് ക്ലാസിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മെട്രോളജി ഓഫ് ലെങ്ത്, മെട്രോളജി അതായത് എന്തിനെയാണ് മെഷർ ചെയ്യുന്നതനുസരിച്ചാണ് മെട്രോളജി ഓഫ് ലെങ്ത്, മെട്രോളജി ഓഫ് ടൈം, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫീൽഡ് ഓഫ് ആപ്ലിക്കേഷൻ ഏത് ഫീൽഡിലാണ് യൂസ് ചെയ്യുന്നത് ആ ഫീൽഡ് അനുസരിച്ച് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഡസ്ട്രിയൽ മെട്രോളജി, മെഡിക്കൽ മെട്രോളജി, ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മെട്രോളജി എന്ന് പറയുന്നത് എൻജിനീയറിംഗ് മെട്രോളജി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത്, ആംഗിൾ ആൻഡ് സം അതർ എൻജിനീയറിംഗ് റിലേറ്റഡ് ക്വാണ്ടിറ്റീസ്. സോ ഇനി ഈ എൻജിനീയറിംഗ് മെട്രോളജി എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നു അതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഡീൽസ് വിത്ത് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് ദെയർ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ അതായത് പറഞ്ഞു മെട്രോളജി എന്ന് പറയുന്നത് സയൻസ് ഓഫ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഈ മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു യൂണിറ്റ് വേണം. അപ്പോൾ ആ യൂണിറ്റിനെയും സ്റ്റാൻഡേർഡുകളെയും പറ്റിയാണ് ഇത് ഡീൽ ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് ദ മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ്, അതായത് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യണം അതുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, എറേഴ്സ് ഓഫ് മെഷർമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഈ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, അപ്പോൾ എറർ ഉണ്ടാവും. അതാണ് എറേഴ്സ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ, ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ഡിവൈസസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മെഷർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് വേണം. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റും ഈ എന്തൊക്കെയാണ് എന്നുള്ളത് മെട്രോളജി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് ആക്യുറസി ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ ഉപയോഗിക്കുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ ആക്യുറസി എത്രത്തോളമാണ്, ഓരോ ഇൻസ്ട്രുമെൻറ്റിനും എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. നമുക്ക് ഇപ്പോൾ എല്ലാ ഇൻസ്ട്രുമെൻറ്റും ഒരേപോലെ ആക്യുറേറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ആക്യുറസി എത്രയാണ് എന്നുള്ളതാണ് ഈ പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഡീൽസ് വിത്ത് ഇൻഡസ്ട്രിയൽ ഇൻസ്പെക്ഷൻ ആൻഡ് ഇറ്റ്സ് വേരിയസ് ടെക്നിക്സ്. അതായത് ഇൻഡസ്ട്രിയൽ ഇൻസ്പെക്ഷൻ, അതായത് നമ്മുടെ അസംബ്ലിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഈ പാർട്സൊക്കെ മേറ്റിംഗ് പാർട്സിൻ്റെയൊക്കെ ഡയമെൻഷൻസൊക്കെ ചെക്ക് ചെയ്യുന്നതിനെയാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.
നെക്സ്റ്റ് വൺ, ഇറ്റ് ഡീൽസ് വിത്ത് ഡിസൈൻ, മാനുഫാക്ചറിങ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഗേജസ്. ഇനി ഒരുപാട് ഗേജസിനെ പറ്റി പഠിക്കും. അപ്പോൾ ഈ ഗേജുകളുടെ ഡിസൈനും മാനുഫാക്ചറിങ്ങും ടെസ്റ്റിങ്ങും എല്ലാം ഈ മെട്രോളജി എന്ന് പറയുന്ന ബ്രാഞ്ച് ഡീൽ ചെയ്യുകയാണ്. അപ്പോൾ ഇനി നോക്കേണ്ടത് എന്താണ്, വാട്ട് ഈസ് ദ നീഡ് ഫോർ ദിസ് ഇൻസ്പെക്ഷൻ. ഇപ്പോൾ മെട്രോളജിയിൽ മെയിനായിട്ടുള്ളത് ഇൻസ്പെക്ഷനാണ്. എന്താണ് ഈ ഇൻസ്പെക്ഷൻ്റെ ആവശ്യകത എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഈ പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതായത് ഒരു ചെറിയ രീതിയിലാണ് പ്രൊഡക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മെഷീൻ ഒരു പ്ലാന്റിൽ നിർമ്മിക്കുന്ന ഒരു ക്രാഫ്റ്റ്സ്മാൻ. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മെഷീനിലെന്ന് പറയുമ്പോൾ ഒരുപാട് പാർട്സുകൾ ഉണ്ടാക്കി അത് ജോയിൻ ചെയ്ത്, അതായത് അസംബിൾ ചെയ്താണ് ആ മെഷീൻ എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫേം എന്ത് ചെയ്യും, ഒരു മെഷീൻ ഉണ്ടാക്കുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന പാർട്സും അവർ തന്നെയായിരിക്കും, ഓരോ പാർട്സും അവിടെ തന്നെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ പാർട്സ് ഉണ്ടാക്കിയ ശേഷം അസംബിൾ ചെയ്യുമ്പോൾ, ഈ അസംബിൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പാർട്ടിൻ്റെ സൈസിലോ, അതായത് ഫിറ്റ് ആകുന്നതിന്, അസംബിൾ ചെയ്യുമ്പോഴത്തേനും അത് ഫിറ്റ് ആകുന്നില്ല ആ മേറ്റിംഗ് പാർട്സ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അവർക്ക് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അത് പണ്ട് കാലത്ത് നടന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പ്രൊഡക്ഷൻ്റെ ഒരു കാലഘട്ടമാണ്. എല്ലാം ബൾക്കായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തന്നെ, ഇപ്പോൾ ഒരു മെഷീൻ ഒരിടത്ത് ഉണ്ടാക്കുകയാണ് എങ്കിൽ ആ മെഷീനിൻ്റെ പല പല പാർട്സും പല സ്ഥലങ്ങളിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഉപയോഗിക്കുന്ന മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ഈ വിദേശ നിർമ്മിതമായിട്ടുള്ള മോട്ടോർ സൈക്കിളൊക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ മോട്ടോർ സൈക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിന് ഡാമേജ് പറ്റി അത് റീപ്ലേസ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഷോപ്പിൽ ചെന്ന് എന്ത് പറയും, ഇന്ന വണ്ടിയുടെ ഇന്ന സാധനം എനിക്ക് മാറ്റണം. അപ്പോൾ ഇന്ന സാധനം മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെ അവർ എന്ത് ചെയ്യും, അവർ കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിക്കും. അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിപ്പോൾ എന്താണ്, അതിൻ്റെ ഡയമീറ്റർ എത്ര, അതിൻ്റെ ലെങ്ത് എത്ര എന്നൊക്കെ അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ലെങ്ത് പറയും. അതായത് ഒരു 10 മീറ്റർ ഉള്ള സാധനമാണ്, ഡയമീറ്റർ ഇത്ര മീറ്ററാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പാർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എടുത്ത് തരാൻ പറ്റും. ഇപ്പോൾ അത് കാര്യം എന്തുവാണ്, നമ്മൾ അതായത് ഒരു 10 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുണ്ടാക്കുന്ന എല്ലാ ഷാഫ്റ്റും അത് ആ 10 മീറ്ററിൻ്റെ ഷാഫ്റ്റ്, 10 മീറ്റർ ലെങ്ത്, ഒരു 6 മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരുപോലെ ഐഡൻറ്റിക്കലായിരിക്കും. അതിൻ്റെ ആ ഒരു ഷേപ്പിനും സൈസിനും ഒന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു സാധനം മാറ്റി വാങ്ങണമെങ്കിൽ ഒരു 5 മീറ്റർ ഡയമീറ്റർ ഉള്ള ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ഷാഫ്റ്റും ഒരുപോലെ ഇരിക്കും. അപ്പോൾ ആ 5 മീറ്റർ എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ 5 മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു മീനിങ് ഉണ്ട്. അതായത് എന്താണ്, ഇവിടുത്തെ 5 മീറ്റർ ആയിരിക്കത്തില്ല അമേരിക്കയിലെ 5 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം അതിനൊരു സ്റ്റാൻഡേർഡാണ്. 5 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയാണ്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഈ മെട്രോളജിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും ഈ മെട്രോളജി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സാധനം നമ്മൾ അതുപോലെ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഇത് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്പെക്ഷൻ ചെയ്യണം. അതായത് ഇൻസ്പെക്ട് ചെയ്യണം, നമ്മൾ പറയുന്ന രീതിക്കാണോ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ടൈം ടു ടൈം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്പെക്ട് ചെയ്യും. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇപ്പോൾ ഇനി അങ്ങോട്ട് ഈ ലെയ്ത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഇൻസ്പെക്ഷൻ ചെയ്യും. നിങ്ങളടുത്ത് ഇത്ര ഡയമെൻഷനിലുള്ള ഒരു വർക്ക് പീസ് ഇത്ര ഡയമെൻഷനിലാക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അത് ആ ലെയ്ത്തിൽ വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ആ ഡയമെൻഷൻ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അപ്പോൾ ആ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ഒരു ഇൻസ്ട്രുമെൻറ്റ് വേണം. ആ ഇൻസ്ട്രുമെൻറ്റ് മാത്രം മതിയോ, അതിനൊരു യൂണിറ്റ് വേണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നിറവേറ്റി തരുന്നത് മെട്രോളജി എന്ന് പറയുന്ന സയൻസാണ്. സോ ഇനി പറയുന്നത് വാട്ട് ആർ ദ നീഡ്സ് ഫോർ ഇൻസ്പെക്ഷൻ. ഫസ്റ്റ് വൺ, ടു എൻഷുർ ദാറ്റ് പാർട്ട്, മെറ്റീരിയൽ ഓർ കമ്പോണൻറ്റ് കൺഫേംസ് ടു ദ എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ എന്താണ്, നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ചാണോ ആ പാർട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടു മീറ്റ് ദ ഇൻ്റർചേഞ്ചബിലിറ്റി ഓഫ് മാനുഫാക്ചർ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം എല്ലാ സാധനങ്ങളും ഇപ്പോൾ പല ഒറിജിനൽ സാധനങ്ങളും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അപ്പോൾ ഇന്ന സാധനത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു സാധനം ഉപയോഗിക്കാം. അത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമ്മൾ ചൈനീസ് സാധനങ്ങൾ, അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പല ഇലക്ട്രോണിക് സാധനങ്ങളും നമ്മൾ തകരപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒന്നിന് പകരം നമുക്ക് വേറൊന്ന് ഉപയോഗിക്കാം. ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവാം, അത് നമുക്ക് കോസ്റ്റ് കൊണ്ടും വ്യത്യാസം വരും, അപ്പോൾ അത് പ്രശ്നമില്ല. അപ്പോൾ ഒരു സാധനത്തിന് റീപ്ലേസ് ചെയ്ത് നമുക്ക് വേറൊരു സാധനം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിനെയാണ് ഇൻ്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ടു മെയിൻറ്റെയിൻ കസ്റ്റമർ റിലേഷൻ സോ ദാറ്റ് നോ ഫോൾട്ടി പ്രോഡക്റ്റ് ഈസ് റീച്ച്ഡ് ദ കസ്റ്റമർ. അതായത് ഇപ്പോൾ നമ്മളൊരു സാധനം മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇന്ന സ്പെസിഫിക്കേഷനിലുള്ള ഒരു സാധനമായിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പം നമ്മളത് ടൈംലി ആയിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആസ് പെർ ദ സ്പെസിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കറക്റ്റ് സ്യൂട്ട് ആവുന്നതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിന് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കസ്റ്റമറിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. And the next need is provide the means of finding out shortcomings in manufacture. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിന് ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കപ്പാസിറ്റി കാണും. ഇനി ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഒരുപാട് കൂടുതലാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കേണ്ടി വരും. ഇനി ആ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം, അതായത് അവിടുത്തെ അന്തരീക്ഷം അതല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സാധനം വേറൊരു കമ്പനിക്ക് എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ കാരണം എന്താണ്, ഈ സാധനത്തിൻ്റെ സ്പെസിഫിക്കേഷൻ ആ കമ്പനിക്ക് പറഞ്ഞു കൊടുത്താൽ മതി, അവർ ആ സ്പെസിഫിക്കേഷനിൽ അവർ മാനുഫാക്ചർ ചെയ്തുകൊള്ളും. അതാണ് ഈ നീഡെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ഗുഡ് ക്വാളിറ്റി റോ മെറ്റീരിയൽസ്, ടൂൾസ്, എക്യുപ്മെൻറ്റ് വിച്ച് ഗവേൺസ് ദ ക്വാളിറ്റി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പം നമുക്ക് ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഈ റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി, അതായത് ടൂൾസിൻ്റെ, എക്യുപ്മെൻസിൻ്റെ, ഇതിൻ്റെ എല്ലാം ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, പ്രോസസ് ഓഫ് മെഷർമെൻറ്റ്. എന്താണ് പ്രോസസ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയാം. എ പ്രോസസ് ഓഫ് മെഷർമെൻറ്റ് ഈസ് The process of measurement is the sequence of operations necessary for execution of measurement. അതായത് മെഷർമെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് നടത്തും. അതിനെയാണ് ആ മെഷർമെൻറ്റിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 3 ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് ആണ് മെഷർമെൻറ്റിലുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മെഷറൻറ്റ്, സെക്കൻഡ് വൺ ഈസ് റെഫറൻസ്, ആൻഡ് തേർഡ് വൺ ഈസ് കമ്പാരറ്റർ. സോ ഇനി എന്താണെന്ന് നോക്കാം. എന്താണ് മെഷറൻറ്റ് എന്ന് പറയുന്നത്? മെഷറൻറ്റ് ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓർ പ്രോപ്പർട്ടി ലൈക്ക് ലെങ്ത്, ആംഗിൾ, ഡയമീറ്റർ എക്സെട്ര ടു ബി മെഷേർഡ്. അതായത് നമ്മളിപ്പോൾ എന്താണോ മെഷർ ചെയ്യാൻ പോകുന്നത്, അതിപ്പോൾ നീളമാണെങ്കിൽ അങ്ങനെ, ആംഗിൾ ആണെങ്കിൽ അങ്ങനെ, ഡയമീറ്റർ ആണെങ്കിൽ അങ്ങനെ, ആ ഒരു പ്രോപ്പർട്ടിയാണ് മെഷറൻറ്റ് എന്ന് പറയുന്നത്. Next one, reference. It is the physical quantity or property to which quantitative comparisons are made. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത് മെഷർ ചെയ്യുന്നത് ഒരു കമ്പാരിസൺ വഴിയാണ്. അപ്പോൾ ഈ ഏതൊരു പ്രോപ്പർട്ടി ആയിട്ടാണോ കമ്പയർ ചെയ്യുന്നത് അതിനെയാണ് റെഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കമ്പാരറ്റർ. ഇറ്റ് ഈസ് ദ മീൻസ് ഫോർ കമ്പയറിങ് മെഷറൻറ്റ് വിത്ത് സം റെഫറൻസ്. അപ്പോൾ ഏത് മീൻസ് വഴിയാണ് നമ്മൾ ഈ മെഷറൻറ്റും റെഫറൻസും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് അതിനെ കമ്പാരറ്റർ എന്ന് പറയും. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ മെഷറൻറ്റ്, റെഫറൻസ്, കമ്പാരറ്റർ അതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നില്ല. ഇത് 3 ക്ലിയർ ആണെങ്കിൽ 3 ക്ലിയർ ആയിട്ട്. അപ്പോൾ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ ഫിറ്റിംഗ് ഷോപ്പിൽ പോയിട്ടുണ്ടായിരിക്കും. ഫിറ്റിങ്ങിൽ അപ്പോൾ ഈ ഫിറ്റിംഗ് ഷോപ്പിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന വർക്ക് പീസ് എന്ന് പറയുന്നത് MS ഫ്ലാറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ MS ഫ്ലാറ്റിൻ്റെ ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്യണം. അപ്പോൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മെഷർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാം, സാധാരണ ഒരു ലെങ്ത് മെഷർ ചെയ്യുന്നത് നിങ്ങളുടെ സ്കെയിൽ ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും,
ഒരു MS ഫ്ലാറ്റിനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സ്കെയിൽ വെക്കും. സ്കെയിൽ എങ്ങനെയെങ്കിലും വെക്കുകയല്ല ചെയ്യുന്നത്. സ്കെയിലിൻ്റെ MS ഫ്ലാറ്റിൻ്റെ ഒരെൻഡ് എന്ന് പറയുന്നത് സ്കെയിലിൻ്റെ സീറോ ആയിട്ട് കോയിൻസൈഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ലാസ്റ്റ് ആ ലെങ്ത് തീരുന്ന എൻഡിൻ്റെ അവിടെയുള്ള റീഡിങ് നോക്കും. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് റീഡിങ് കിട്ടും. ഇനി ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ എന്താണ് മെഷറൻറ്റ്, എന്താണ് റെഫറൻസ്, എന്താണ് കമ്പാരിറ്റർ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് MS ഫ്ലാറ്റിൻ്റെ ലെങ്ത് മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ലെങ്ത് ഓഫ് MS ഫ്ലാറ്റിനെയാണ് ഇവിടെ അതിൻ്റെ മെഷറൻറ്റ്. അപ്പോൾ എന്താണ് നമുക്ക് എടുക്കേണ്ടത്? അപ്പോൾ നമുക്കിവിടെ എടുക്കേണ്ടതാണ് ലെങ്ത് ഓഫ് ദ MS ഫ്ലാറ്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ മെഷറൻറ്റ് എന്ന് പറയാം. ഇനി ഈ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിച്ചത്? ഒരു സ്റ്റീൽ റൂൾ അല്ലെങ്കിൽ സ്കെയിലാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ സ്കെയിലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ റീഡിങ് നമ്മൾ എടുത്തത് എങ്ങനെയാണ്? ഈ മെഷറൻറ്റിൻ്റെയും റെഫറൻസിൻ്റെയും നമ്മുടെ കണ്ണുപയോഗിച്ചാണ് അതെന്ത് ചെയ്തത്? ആ ഒരു റീഡിങ് എടുത്തത്. അപ്പോൾ ഈ നമ്മുടെ കണ്ണിനെ ആണ് കമ്പാരിറ്റർ എന്ന് പറയുന്നത്. ഇത് മൂന്നും തമ്മിൽ, അതായത് മെഷറൻറ്റ്, റെഫറൻസ്, കമ്പാരിറ്റർ, ഇത് മൂന്നും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ആക്യുറസി ഓഫ് മെഷർമെൻറ്റ്. ഒരു മെഷർമെൻറ്റിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത്, അതിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഇപ്പോൾ 2 ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ എഗ്രിമെൻറ്റ് ഓഫ് മെഷേർഡ് വാല്യൂ വിത്ത് ദ ട്രൂ വാല്യൂ ഈസ് കോൾഡ് ആക്യുറസി. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ ക്ലോസ്നെസ് ഓഫ് മെഷേർഡ് വാല്യൂ വിത്ത് ട്രൂ വാല്യൂ. ഈ ട്രൂ വാല്യൂ എന്ന് കേട്ട് നിങ്ങൾ ഭയപ്പെടൊന്നും വേണ്ട. ട്രൂ വാല്യൂ എന്ന് പറയുന്നത് ഒരു എന്താണോ നമ്മുടെ വാല്യൂ എടുക്കാൻ പോകുന്നത്, ലെങ്ത് ആണെങ്കിൽ ലെങ്ത്, ആംഗിൾ ആണെങ്കിൽ ആംഗിൾ, അതിൻ്റെ ഒറിജിനൽ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് വെച്ച് മെഷർ ചെയ്തെടുക്കുന്ന വാല്യൂ ആണ് മെഷേർഡ് വാല്യൂ. അപ്പോൾ ഈ 2 വാല്യൂസും തമ്മിലുള്ള ക്ലോസ്നെസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ആക്യുറസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 വാല്യൂവും വളരെ ക്ലോസ് ആണെങ്കിൽ നമ്മളെടുത്ത മെഷർമെൻറ്റ് വളരെ ആക്യുറേറ്റ് ആണെന്നാണ് അർത്ഥം. ഇനി ഈ ഗ്യാപ്പിന്, അതായത് മെഷേർഡ് വാല്യൂവിൻ്റെയും ട്രൂ വാല്യൂവിനും ഇടയ്ക്കുള്ള ആ ഗ്യാപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? എറർ ഓഫ് ദ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്കറിയാം വെയിറ്റ് ത്രാസിലൊക്കെ നമ്മൾ അതായത് വെയിങ് മെഷീനിൽ വെയിറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ എററൊക്കെ ഉണ്ടാവും. നമ്മൾ എറർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? സാധാരണഗതിയിൽ ഒരു വെയിങ് മെഷീൻ, ഇപ്പോൾ നോൺ ആയിട്ടുള്ള ഒരു വെയിറ്റ്, അതായത് 1 കിലോഗ്രാമുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്കറിയാം. ആ ഒബ്ജക്റ്റ് എടുത്ത് വയ്ക്കുമ്പോൾ 1 കിലോഗ്രാമിന് പകരം ചിലപ്പം കുറച്ച് കാണിക്കാം, ചിലപ്പം കൂടുതൽ കാണിക്കാം. അപ്പോൾ ആ കൂടുതലോ കുറച്ചോ കാണിച്ച വാല്യൂ ആണ് മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത്. ആക്ച്വൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 കിലോഗ്രാമാണ്. അപ്പോൾ ഈ 2 വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് അവിടെ എന്തെന്ന് പറയുന്നത്? എറർ എന്ന് പറയുന്നത്. അതാണ് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എറർ എത്രത്തോളം കുറവാണോ എങ്കിൽ അത് അത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കുമെന്ന് പറയാം. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമുക്ക് എറർ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഒരു 5 ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലും ഉണ്ടാവാം. നമുക്കിപ്പോൾ 5 ഫാക്ടേഴ്സാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആക്യുറസി ആൻഡ് ഡിസൈൻ ഓഫ് മെഷറിങ് ഇൻസ്ട്രുമെൻ്റ്, അതായത് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിസൈനിൽ ഉണ്ടാകുന്ന ആക്യുറസിയാണ്. അത് ഡിസൈന് കാരണം ഉണ്ടായത്. അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല. അത് മാനുഫാക്ചർ ചെയ്ത ആൾക്കാർ തന്നെ അത് പരിഹരിക്കേണ്ടതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽ ഓഫ് ദ ഓപ്പറേറ്റർ. അപ്പോൾ ഈ റീഡിങ് എടുക്കുന്ന ഓരോരുത്തർക്കും ഓരോ സ്കില്ലുണ്ടായിരിക്കും. അപ്പോൾ ആ ഓപ്പറേറ്റർ, റീഡിങ് എടുക്കുന്ന ആളുടെ സ്കില്ലും ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് നമ്മൾ എറർ കുറച്ച് മെഷർമെൻ്റ് എടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ് വൺ, മെത്തേഡ് അഡോപ്റ്റഡ് ഫോർ മെഷർമെൻറ്റ്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? മെഷർമെൻറ്റ് എടുക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ചിലരുണ്ട്, അത് പോട്ടെ, കാര്യം മനസ്സിലായല്ലോ. മെത്തേഡ് അഡോപ്റ്റഡ് ഫോർ മെഷർമെൻറ്റ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വേരിയേഷൻ. അതായത് ടെമ്പറേച്ചറിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? എടുക്കുന്ന മെഷർമെൻറ്റിന് വേരിയേഷൻ ഉണ്ടാവാം. നെക്സ്റ്റ് വൺ, എലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് ദ പാർട്ട് ഓർ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റിന് ചിലപ്പോൾ എന്ത് ചെയ്യാം? എലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാവാം. എലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സോ ടെമ്പറേച്ചറോ എന്തെങ്കിലും ഫാക്ടേഴ്സ് കാരണം നമ്മൾ റീഡിങ് എടുക്കുന്ന ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനെയോ
ഒരു എലാസ്റ്റിക് ഡിഫോർമേഷൻ, അതായത് ഒരു ലെങ്തിനൊരു ഇൻക്രീസോ അല്ലെങ്കിൽ ലെങ്തിനൊരു ഡിക്രീസോ അങ്ങനെ എന്തായാലും സംഭവിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മെഷർ ചെയ്യുന്നത്, നിങ്ങൾ ലെങ്ത് മെഷർ ചെയ്യുന്ന സ്കെയിലിന് ഒന്ന് വലിച്ചു നീട്ടി, അപ്പോൾ എന്ത് സംഭവിക്കും? ആ സ്കെയിലിൽ എറർ ഉണ്ടാവും. അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ആക്യുറസി. അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്യുറേറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എറർ കുറവാണ്. അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ വാല്യൂവും നിങ്ങൾ റീഡ് ചെയ്ത വാല്യൂവും തമ്മിലുള്ള ഗ്യാപ്പ് കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി ഒരു ഇൻസ്ട്രുമെൻ്റ് പ്രിസൈസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള അർത്ഥം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇത് രണ്ടും, ഈ രണ്ട് കാര്യങ്ങളാണ്, അതായത് പ്രിസിഷനും ആക്യുറസിയും രണ്ടും ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ടേമുകളാണ്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പ്രിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു റീഡിങ് എടുത്തു. ഇപ്പോൾ സേ ആൻ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേന ഞാൻ തന്നിട്ട് ഞാൻ പറഞ്ഞു, പേനയും തന്നു ഒരു സ്കെയിലും തന്നു. എന്നിട്ട് ഞാൻ നിങ്ങളെടുത്ത് അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ടൈം മെഷർ ചെയ്യും, എത്രയാണെന്ന് നോട്ട് ചെയ്യാൻ പറയും. എന്നിട്ട് അടുത്ത് വീണ്ടും സെയിം പേന തന്നു, വീണ്ടും ഒന്നുകൂടെ ലെങ്ത് എടുത്ത് നോട്ട് ചെയ്യാൻ പറഞ്ഞു, വീണ്ടും പറഞ്ഞു. അങ്ങനെ ഞാനൊരു 5 പ്രാവശ്യം ചെയ്തു. അപ്പോൾ നിങ്ങൾ 5 പ്രാവശ്യം ആ പേനയുടെ ലെങ്ത് നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ നോട്ട് ചെയ്ത ആ ലെങ്ത് എന്ന് പറയുന്ന പാരാമീറ്റർ മെഷർ ചെയ്തത് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണോ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കുന്ന സ്കെയിലാണ്. ആ സ്കെയിൽ എന്ന് പറയുന്നത് ആ ഇൻസ്ട്രുമെൻ്റ് പ്രിസൈസ് ആണെങ്കിൽ നിങ്ങൾ ഈ എടുത്ത ഓരോ റീഡിങ്ങും നോക്കിയാൽ മനസ്സിലാവും അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല. ചിലപ്പോൾ എല്ലാം സെയിം ആയിരിക്കും, ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഇൻസ്ട്രുമെൻ്റ് നമുക്ക് എന്തെന്ന് പറയാം? പ്രിസൈസ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ആദ്യം നോട്ട് ചെയ്തപ്പോൾ 5 സെൻറ്റിമീറ്റർ, രണ്ടാമത് നോട്ട് ചെയ്തപ്പോൾ 5.05, രണ്ടാമത് ഒന്നുകൂടെ റീഡിങ് എടുത്തപ്പോഴത്തേക്കും 5, വീണ്ടും റീഡിങ് എടുത്തപ്പോൾ വീണ്ടും 5, അല്ലെങ്കിൽ അടുത്ത് വീണ്ടും എടുത്തപ്പോൾ 5.01. അപ്പോൾ ഇവിടെ ഈ വാല്യൂസ്, ഈ ഓരോ വാല്യൂസും എന്താണ് വളരെ അടുത്തടുത്തുള്ള നമ്പേഴ്സാണ്. അതായത് അവിടെ എന്താണ് നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം എന്താണ്? വളരെ പ്രിസൈസ് വാല്യൂസാണ്. അതായത് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രിസൈസാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഇതാണ് പ്രിസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അത് ഒരു പ്രിസൈസ് അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു വരും, ഇഫ് ദ ഇൻസ്ട്രുമെൻ്റ് ഈസ് നോട്ട് പ്രിസൈസ് ഇറ്റ് വിൽ ഗീവ് ഡിഫറെൻറ്റ് വൈഡ്ലി വേരിയിങ് റിസൾട്ട്സ് ഫോർ ദ സെയിം ഡയമെൻഷൻ വെൻ മെഷേർഡ് അഗൈൻ ആൻഡ് അഗൈൻ. അതായത് നമ്മൾ വീണ്ടും മെഷർ ചെയ്യുമ്പോഴത്തേനും ഡിഫറെൻറ്റ് റിസൾട്ട്സ് ഉണ്ടായിരിക്കും. അത് വെറുതെ ഡിഫറെൻ്റ് അല്ല, വൈഡ്ലി വേരിയിങ്, അതായത് ഒരുപാട് ഡീവിയേഷൻ ഉള്ള റീഡിംഗ് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പം ഒരു റീഡിംഗ് എടുത്ത് കഴിയുമ്പോൾ അതിനേക്കാളും ഭയങ്കര വ്യത്യാസം വരും, അടുത്ത റീഡിംഗ് എടുക്കുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ വ്യത്യാസം വരും വേറെ റീഡിംഗ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ആ ഇൻസ്ട്രുമെൻ്റ് എന്തല്ല? പ്രിസൈസ് അല്ല. അപ്പോൾ ഇതാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ, ഈ പ്രിസിഷനും ആക്യുറസിയും തമ്മിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കമ്പാരിസണാണ് ഇവിടെ ഈ ഗ്രാഫിക്കലി കാണിച്ചിരിക്കുന്നത്. സോ അപ്പോൾ പ്രിസിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി, ആക്യുറസി എന്താണെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ അത് നോക്കിയാൽ എ എന്ന് പറയുന്ന ഫിഗർ, അപ്പോൾ ഇവിടെ ഗ്രാഫിക്കലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം, ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ കിട്ടിയ റീഡിംഗ് ആണ് ഒരു ക്രോസ് ഇട്ട് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഫ്രീക്വൻസിയിൽ ചെയ്തപ്പം രണ്ടാമത്തെ ക്രോസ് കിട്ടി, മൂന്നാമത്തെ ക്രോസ്, നാലാമത്തെ ക്രോസ്. ഇനി അടുത്ത് കാണിച്ചിരിക്കുന്നുണ്ട് ഒരു ട്രൂ വാല്യൂ എന്ന് വരച്ചിരിക്കുന്ന ആ ഒരു ലെങ്ത്, അതായത് ഈ വൈ ആക്സിസിലാണ് ആ ഒരു റീഡിംഗ് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ വാല്യൂ ആണ് ഈ ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ആ ക്രോസ് ഇട്ടയ്ക്കുന്നതാണ് ആദ്യത്തെ പ്രാവശ്യം എടുത്ത റീഡിംഗ് ആണ് ഫസ്റ്റ് ക്രോസ്, രണ്ടാമത്തെ പ്രാവശ്യം എടുത്ത റീഡിംഗ് സെക്കൻഡ് ക്രോസ്, മൂന്നാമത് എടുത്ത റീഡിംഗ് ആണ് തേർഡ് ക്രോസ്, ആൻഡ് നാലാമത് എടുത്ത റീഡിംഗ് ആണ് ഫോർത്ത് ക്രോസ് എന്ന് പറയുന്നത്. ഇങ്ങനെ 4 ക്രോസുകളുണ്ട്. ഇനി ഈ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് റീഡിംഗ് ഒന്നും എടുത്തല്ല, ഇപ്പോൾ 4 ക്രോസ് കിടക്കുന്നില്ലേ, അപ്പോൾ 4 റീഡിംഗ് ആണ് നമുക്കുള്ളത്. ഒരേ സാധനത്തിൻ്റെ എന്തോ ഒരു സാധനം, അതിൻ്റെ ലെങ്ത് ആവാം ആംഗിൾ ആവാം എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ 4 റീഡിംഗ്, ഈ 4എണ്ണത്തിൻ്റെയും കൂടെ ആവറേജ് ഒരു വാല്യൂ കാണുമല്ലോ. ആവറേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ആ 2 നമ്പറിന് മിഡിലായിരിക്കും വരുന്നത്. അപ്പോൾ അതുപോലെ ഈ 4ൻ്റെയും കൂടെ ആവറേജ് എടുത്ത് വരച്ചിരിക്കുന്ന വാല്യൂ ആണ് ആ മേളിൽ വരച്ചിരിക്കുന്നത് ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ. മനസ്സിലല്ലേ? അപ്പോൾ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് റീഡിംഗ് എടുത്തതല്ല, അതിൻ്റെ ആക്ച്വൽ വാല്യൂ നമുക്ക് നോൺ ആയിരുന്നു, ആ വാല്യൂ വെച്ചാണ് അവിടെ ആ ഒരു ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആവറേജ് വാല്യൂ ആയി.
അപ്പോൾ നമ്മൾ ഈ റീഡിങ് കാണുമ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഈ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെൻറ്റ് പ്രിസൈസ് ആണ്, പക്ഷേ ആക്യുറേറ്റ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, എന്തുകൊണ്ട് ഇത് പ്രിസൈസ് ആയി? പ്രിസൈസ് ആയെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ റീഡിങ് നോക്കുമ്പോൾ അറിയാം. ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്, ഫോർത്ത് റീഡിങ്, ഇതെല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ചെറിയൊരു മൈന്യൂട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദൂരെ ദൂരെ അല്ല കിടക്കുന്നത്. ഒന്നിന് ആദ്യം എടുത്ത റീഡിങ്ങായിട്ട് ക്ലോസ് ആണ് അടുത്തത്, അതുമായിട്ട് അടുത്ത് വീണ്ടും ക്ലോസ് ആണ്, മറ്റതും ക്ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്താണ്, ആ റീഡിംഗ് എല്ലാം പ്രിസൈസ് ആണ്. ഈ പ്രിസൈസ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആക്യുറേറ്റ് ആവണമെന്നില്ല. ആക്യുറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ട്രൂ വാല്യൂവും നമ്മളെടുത്ത റീഡിങ്ങും എന്തായിരിക്കണം, അടുത്തടുത്തായിരിക്കണം. അതായത് ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് എന്തായിരിക്കണം, കുറവായിരിക്കണം. പക്ഷേ നോക്കിയേ, നമ്മളിപ്പോൾ 4 റീഡിംഗ് ഉള്ളത് കൊണ്ട് 4ൻ്റെയും കൂടെ ഒരു ആവറേജ് വാല്യൂവും പിന്നെ ട്രൂ വാല്യൂ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ആവറേജിനും ട്രൂ വാല്യൂവിനും ഇടയ്ക്കുള്ള ആ ഗ്യാപ്പ് കണ്ടോ, ആ എറർ ഒന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടോ, ഒരു എറർ എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതലാണ്, ഇത്തിരി നല്ലൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, അപ്പോൾ ആ റീഡിങ് എന്തല്ല, ആക്യുറേറ്റ് അല്ല, പക്ഷേ എന്താണ്, പ്രിസൈസ് ആണ്. പ്രിസൈസ് എന്ന് പറയാൻ കാര്യം എന്താണ്, നമ്മളെടുത്ത 4 റീഡിങ്ങിൻ്റെ വാല്യൂവും അടുത്തടുത്താണ്. പക്ഷേ ഈ അടുത്തടുത്തുള്ള വാല്യൂസ് ആണെങ്കിൽ പോലും ഈ വാല്യൂസും അതിൻ്റെ ഒറിജിനൽ വാല്യൂ ആയിട്ട് എന്തുണ്ട്, നല്ല ഗ്യാപ്പുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ബിയിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ കണ്ടോ, അത് ആക്യുറേറ്റ് ബട്ട് നോട്ട് പ്രിസൈസ് എന്നാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫസ്റ്റ് വൺ നമ്മൾ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ വൈ ആക്സിസിൽ ഡയമെൻഷനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഡയമെൻഷൻ കണ്ടോ, ഓരോ റീഡിങ് എടുത്തപ്പോഴത്തേനും കൂടി 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 പൊയ്ക്കൊണ്ടിരിക്കണം. ഓരോ പ്രാവശ്യവും ആ വാല്യൂ കൂടി കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് അടുത്തടുത്തല്ല, അത് ദൂരെ ദൂരോട്ടാണ് ഓരോ റീഡിങ്. 1 2 3 4 5 6 7 8 9 10 റീഡിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ, ആ 10 റീഡിങ്ങിൻ്റെയും കൂടെ ആവറേജാണ്. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 റീഡിങ്ങും കൂടെ ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ അതിൻ്റെ ആവറേജ് കിട്ടും. ആ ആവറേജിൻ്റെ അവിടെ വരച്ച ലൈനാണ് ആവറേജ് വാല്യൂ എന്ന് കാണിച്ചേക്കുന്നത്. അതിൻ്റെ ട്രൂ വാല്യൂ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം, ആവറേജ് വാല്യൂവും ട്രൂ വാല്യൂവും തമ്മിലുള്ള ഗ്യാപ്പ് ഫസ്റ്റ് കാണിച്ചതിനേക്കാളും എന്താണ്, ആ ഗ്യാപ്പ് കുറവാണ്. അതായത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് എറർ അവിടെ കുറവാണ്. ആ എറർ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, അത് ആക്യുറേറ്റ് ആണ്. ഞാൻ പറഞ്ഞു, ആക്യുറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ വാല്യൂവും ആവറേജ് വാല്യൂവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് എറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇത് എന്തല്ല, പ്രിസൈസ് അല്ല. പ്രിസൈസ് അല്ലാത്തതിൻ്റെ കാര്യം ഇപ്പം തന്നെ മനസ്സിലായി. പ്രിസൈസ് ആവണമെങ്കിൽ ഈ എടുത്ത 10 റീഡിങ്ങും അടുത്തടുത്തായിരിക്കണം. ഇത് എല്ലാം എന്താണ്, ദൂരോട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെന്താണ്, ദിസ് റീഡിങ് ഈസ് ആക്യുറേറ്റ് ബട്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് റീഡിങ് ഈസ് നോട്ട് പ്രിസൈസ്. നെക്സ്റ്റ് വൺ, ആക്യുറേറ്റും പ്രിസൈസും ആയിട്ടുള്ള റീഡിങ് എങ്ങനെയായിരിക്കും എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കാം, 1 2 3 4 5 ക്രോസ് കിടപ്പുണ്ട്. അതായത് 5 റീഡിങ്ങാണ് അവിടെ എടുത്തത് ഒരേ സാധനത്തിൻ്റെ. 5 റീഡിങ് എടുത്തപ്പോൾ നമുക്കറിയാം എല്ലാം അടുത്തടുത്ത്, 5ഉം അടുത്തടുത്ത്, ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അതിനർത്ഥം എന്താണ്, അത് പ്രിസൈസ് ആണ്. എല്ലാ റീഡിങ്ങും നമുക്ക് ക്ലോസ് ആയിട്ടുണ്ട് എല്ലാം. അപ്പോൾ അത് പ്രിസൈസ് ആണ്. ഇനി ആക്യുറേറ്റ് എന്ന് പറയാൻ കാര്യം എന്താണ്, ഈ 5ൻ്റെയും കൂടെ ആവറേജ് ആണ്. ഇത് ആവറേജ് വാല്യൂ ആയിട്ടൊരു ലൈൻ വരച്ചിരിക്കുന്നത്. ട്രൂ വാല്യൂ എവിടെ തന്നെയാണ്, അതേ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആവറേജ് വാല്യൂവിനും ട്രൂ വാല്യൂവിനും ഇടയ്ക്കുള്ള ഡിഫറൻസ് അവിടെ എന്താണ്, 0 ആണ്. അതുകൊണ്ടാണ് ഇതെന്തെന്ന് പറയുന്നത്, വളരെ ആക്യുറേറ്റ് ആണെന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് മെഷർമെൻറ്റ് ഈസ് ബോത്ത് ആക്യുറേറ്റ് ആൻഡ് പ്രിസൈസ്.